ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജാസി കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. ഡ്രൈ ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കുന്നതാണ്. നമ്മൾ ഗൾഫിലും പുറത്തൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുള്ളത് എന്ന് നോക്കാം. 1 കിലോ ബീഫ് ചെറുതായി മുറിച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ഏലക്ക, പട്ട, ഗ്രാമ്പു ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഞാനെൻ്റെ ബീഫ് ഒരു മൺചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാലപ്പൊടി, ഏലക്ക, പട്ട, ഗ്രാമ്പ് എല്ലാം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് അല്പം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. 80% വേവിൽ നമുക്കിത് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ബീഫ് ഇവിടെ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അല്പം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച ഉള്ളി, ചെറിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 പിടി കറിവേപ്പില എന്നിവയെല്ലാം ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയുടെ കളറെല്ലാം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു 10-15 മിനിറ്റ് ആ ചട്ടിയിൽ നിന്ന് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി പോകുന്നതാണ്. ഇനി അഥവാ നീരൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീര് വറ്റിച്ചെടുക്കുക. നല്ല ഡ്രൈ ആക്കി എടുക്കുക. എന്നാലേ നമ്മൾ കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വെള്ളം അതിലുണ്ടെങ്കിൽ, ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ 15 മിനിറ്റ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഈ ബീഫ് ഫ്രൈ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ഗൾഫിലൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ, പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരുപാട് സമയം കേടുകൂടാതെ ഇരിക്കുന്നതുമാണ്, ഒരാഴ്ചയോളം കേടുകൂടാതെ ഇരിക്കുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.